ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതാ സമയം 5:45. അപ്പോൾ ഇന്ന് മോന് സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഞങ്ങളുടെ ഒരു ബിസി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്താ ഫ്രഷായി ഞാൻ എന്താ കിച്ചണിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇനി മോന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതാ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇപ്പം മോന് ചെറുതായിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ടാണ് ലഞ്ച് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും ലഞ്ചൊന്നും കൊണ്ടുപോകത്തില്ലായിരുന്നു. അതായത് ചോറ് അങ്ങനെ ഒന്നും കൊണ്ടുപോകത്തില്ല. ബ്രെഡ്, സാൻഡ്വിച്ച് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ലഞ്ച് ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുട്ട ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടു. ഇനി ജസ്റ്റ് അതൊന്ന് ചിക്കി എടുക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മോനായതുകൊണ്ട് അധികം ചേർക്കുന്നില്ല, എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തു. പിന്നെ ഞാൻ ചോറ് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തിരക്കാവേണ്ടെന്ന് വെച്ചിട്ട് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ്. അപ്പോൾ അതും കുറച്ച് അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറും മുട്ടയൊക്കെ ആണെങ്കിൽ മോൻ ചിലപ്പോൾ കഴിക്കും. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യാതെ ചോറും മുട്ടയും മാത്രം ആക്കുന്നത്. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ മോൻ നന്നായിട്ട് ചോറ് കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പപ്പടം കൂടി പൊരിച്ചിട്ട് അതിലിങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. പപ്പടം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് മോൻ്റെ ലഞ്ച്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പപ്പടവും കൂടി അതിനകത്ത് മിക്സ് ചെയ്തങ്ങ് ചേർക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി മോന് സ്നാക്സായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ മതിയെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു സ്നാക്സിന് ബർഗർ ആക്കാമെന്ന്. അപ്പോൾ ബെന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ ബർഗർ പാറ്റി എടുത്തിട്ടുണ്ട്, പിന്നെ ചീസും. ഇതിലും മോന് വെജിറ്റബിൾസ് തക്കാളിയോ ലെറ്റ്യൂസോ ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ബർഗർ പാട്ടിയും ചീസും മാത്രം വെച്ച് ഉണ്ടാക്കാമെന്ന്. എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതും. വെജിറ്റബിൾസൊക്കെ വെച്ചാൽ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ബർഗർ പാട്ടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ബർഗർ ബണ്ണിലേക്ക് വെക്കും. പിന്നെ ഒരു ചീസും കൂടി സ്ലൈസ് ചീസാണ്, അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്തോട്ട് വെക്കും കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് മേക്കറിലോ അല്ലെങ്കിൽ പാനിലോ എന്തെങ്കിലും വെച്ച് ചൂടാക്കി എടുക്കും. അപ്പോൾ ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കറുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് അതിനകത്ത് വെച്ച് തന്നെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബർഗർ ഞാൻ സാൻഡ്വിച്ച് മേക്കറിലോട്ട് വെച്ചു. അങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേനും നല്ല അങ്ങ് തിന്നായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ, ആ ചൂടൊന്ന് പിടിക്കാനായിട്ട് വേണ്ടി. പിന്നെ ഞാൻ മോൻ്റെ പാത്രമെല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ 2 പാത്രം ഉണ്ട് കേട്ടോ. ഒന്ന് ലഞ്ച് കൊണ്ടുപോകാനും പിന്നെ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോഴത്തേനും ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് 2ആയിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കും. അപ്പം കഴിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2ആക്കി വെക്കും. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതാണ്. അപ്പോൾ 2 പീസാക്കിയിട്ട് മോൻ്റെ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുവാണ്. പിന്നെ സെക്കൻഡ് ബ്രേക്കിന് കഴിക്കാനായിട്ട് ലഞ്ചിന് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും കൂടി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം. ഓക്കെ, മോൻ കഴിക്കുമില്ലെന്നൊന്നും പറഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നത്തെ മോൻ്റെ ലഞ്ച് കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കപ്പ് കേക്കും കൂടി വെക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മോൻ്റെ ലഞ്ച് ബോക്സ്.
അങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി. ഇനി മോൻ്റെ ലഞ്ച് ബാഗിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ് മോൻ്റെ ലഞ്ച് ബാഗ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം വലിയ പാത്രം അങ്ങ് വെച്ചു, പിന്നെ സ്നാക്സിനുള്ള ഐറ്റം വെച്ചു, പിന്നെ ഒരു ജ്യൂസും കൂടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതവന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അങ്ങനെ കൊടുത്തൊന്നും വിടാറില്ല, ഇതിപ്പോൾ ഇരുന്നത് കൊണ്ട് കൊടുത്തു വിട്ടതാണ്. പിന്നെ ഇതാ ഈ ഒരു ഫേസ് ടവലും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ അപ്പോഴേ അതെടുത്ത് മോൻ്റെ ബാഗിൽ വെച്ചു കേട്ടോ, മറക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി മോനെ ഉണർത്തണം. സമയം 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി അവനെ ഉണർത്തി വാഷ്റൂമിലോട്ട് വിട്ട് കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് മോൻ്റെ യൂണിഫോം അയൺ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്യുവാണ്. മോൻ അവിടെ നിന്ന് പല്ല് തേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മോന് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും റെഡിയാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു പഴം എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലേ അവൻ കഴിക്കാറുള്ളൂ. ദോശ അപ്പോൾ കൊടുത്ത് ഭയങ്കര പാടാണ്, കഴിക്കും എന്നാൽ കുറച്ച് പാടാണ്. അപ്പം ഞാൻ പഴം ഇരുന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴം ഒന്ന് ജസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഇട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് പഞ്ചാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇതാ ആദ്യം റെഡിയാക്കി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. ഇനിയിപ്പം മോനെ റെഡിയാക്കണം. അവനെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോഴത്തേനും ഇത് തണുക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ മോനെ റെഡിയാക്കി അവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുത്തി കേട്ടോ. അങ്ങനെ അവൻ കഴിക്കുവാണ്. പിന്നെ ഇതാ ഞങ്ങൾക്ക് സമയമായി. മോന് 6:45 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ഒരു 6:50 ആകുമ്പോൾ ഞങ്ങൾ താഴോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിന് താഴെ തന്നെയാണ് ബസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിങ്ങനെ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം മോന് ചെറിയൊരു വിഷമമൊക്കെയാണ് രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട്. മടി അങ്ങനെയൊന്നുമില്ല, എന്നാലും ബസ് വരുന്ന സമയത്തൊരു വിഷമം, ഒരു കരച്ചിൽ, കണ്ണൊക്കെ ഇങ്ങനെ നിറയും കേട്ടോ. പിന്നെ ഞാനെന്താ റൂമിൽ വന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കൂടി റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാർ തലേന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇഡ്ഡലിയും കൂടി വെക്കണം. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.